ഹലോ എവറി വൺ, ആൻജിയോൾ ലേണിംഗിന്റെ NTPC GK ബാച്ചിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഒരു ഫ്രീ റിവിഷൻ സീരീസിൽ നമ്മളിപ്പോ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സബ്ജക്റ്റില് ഹിസ്റ്ററി ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മോഡേൺ ഹിസ്റ്ററി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കുറച്ചധികം ടോപ്പിക്സുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് യെറ്റ് അനദർ ടോപ്പിക് ആയിട്ടുള്ള പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പാർട്ടീഷൻ ഓഫ് ബംഗാളും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേറെ കുറച്ച് ഫാക്ട്സുകളും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് NTPC മാത്രമല്ല SSCയിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതാണ്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൂടാതെ നമ്മൾ NTPCയുടെ ഒരു 2 months ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, ഡെയിലി ടെസ്റ്റുകൾ, ഡെയിലി PYQ സോൾവിങ്, അങ്ങനെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, അത്തരത്തിലുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ കിട്ടുക. അത് കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്ററും ഉണ്ടാവും. നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാനും നിങ്ങളുടെ ഓരോ കുട്ടിക്കും അവരുടെ ഷെഡ്യൂളിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാനൊക്കെ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെന്ററും കൂടെ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. സോ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ്. സോ പാർട്ടീഷൻ ഓഫ് ബംഗാളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയ കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ട്സുകൾ നോക്കുകയാണെങ്കിൽ ഇത് അനൗൺസ് ചെയ്ത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ അനൗൺസ് ചെയ്തത് ജൂലൈ 1905 1905 ജൂലൈയിലാണ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ. ഹവർ ഇത് എൻഫോഴ്സ് ചെയ്യപ്പെട്ടത്, ഇത് നിലവിൽ വന്നത് ഒക്ടോബർ 1905 ഈ രണ്ട് ഡേറ്റും നമ്മൾ ഓർത്തിരിക്കണം. ഇനി എന്തിനാണ് ഈ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്തത്? ബംഗാളിനെ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്തത്? ബംഗാളിനെ രണ്ട് ബംഗാളായിട്ട് അല്ലെ, ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും ആയിട്ടാണ് പാർട്ടീഷൻ ചെയ്തത്. അതിൽ ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഒരു മുസ്ലിം മെജോറിറ്റി ഏരിയയും വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഒരു ഹിന്ദു മെജോറിറ്റി ഏരിയയുമായിരുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ബംഗാളിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന് റീസൺ ആയിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ബംഗാൾ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടെറിട്ടറി ആണ്. സോ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട് ടു അഡ്മിനിസ്റ്റർ ദ ടെറിട്ടറി. സോ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബംഗാളിനെ പാർട്ടീഷൻ ചെയ്യുന്നതെന്നാണ് ബ്രിട്ടീഷുകാർ ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൗവർ ദാറ്റ് വാസ് നോട്ട് ദ റീസൺ. റിയൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തെ നാഷണലിസത്തിന്റെ റൂട്ട്, അല്ലെങ്കിൽ ആ സമയത്തെ നാഷണലിസം ഏറ്റവും കൂടുതൽ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ബംഗാൾ കേന്ദ്രീകരിച്ചായിരുന്നു, കൊൽക്കത്ത കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. സോ ആ ഒരു ബംഗാൾ യൂണിറ്റിയെ, ആ ഒരു നാഷണൽ യൂണിറ്റിയെ വീക്കൻ ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന പാർട്ടീഷൻ ഓഫ് ബംഗാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ അത് അനൗൺസ് ചെയ്തത്, അല്ലെങ്കിൽ ആ സമയത്തെ നമ്മുടെ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് കേഴ്സൺ ആണ്. ലോർഡ് കേഴ്സൺ അദ്ദേഹമാണ് ഈ ഒരു പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ അനൗൺസ്മെന്റ് നടത്തിയത്. പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ പിന്നിലുള്ള വ്യക്തി എന്ന് പറയുന്നത് ലോർഡ് കേഴ്സൺ ആണ്. ഓക്കെ, ഇനി ഈ കേഴ്സണെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേഴ്സൺ കുറച്ചധികം എന്താണ് റിയാക്ഷണറി പോളിസീസ് ആ സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1899 കൊൽക്കത്ത കോർപ്പറേഷൻ ആക്ട്, 1904 ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്സ്, 1904 തന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്, ഇത്തരത്തിലുള്ള കുറച്ചധികം റിയാക്ഷണറി പോളിസീസ് കേഴ്സൺ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആളുകളുടെ ഇടയിൽ കുറെ റിസെന്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കേഴ്സൺ ഇംപ്ലിമെന്റ് ചെയ്ത കൊൽക്കത്ത കോർപ്പറേഷൻ ആക്ട്, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്സ്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്, അതുപോലെ തന്നെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ഈ കാര്യങ്ങൾ നാലും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടത്തിയപ്പോൾ അത് കൂടാതെ ഈ പറയുന്ന കേഴ്സന്റെ ഒരുപാട് ഇത്തരത്തിലുള്ള പോളിസീസും ഒക്കെ ആൾക്കാരുടെ ഇടയിൽ റിസെന്റ്മെന്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു. സോ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യൻ ഭാഗത്ത് നിന്നൊരു റെസ്പോൺസ് ഉണ്ടാവുകയാണ്. ആ ഇന്ത്യൻ ഭാഗത്ത് നിന്നുണ്ടായ റെസ്പോൺസ്, അല്ലെങ്കിൽ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ റെസ്പോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വദേശി മൂവ്മെന്റ്. സോ സ്വദേശി movement was an aftermath of partition of Bengal. 1905 തന്നെയാണ് ഈ സ്വദേശി മൂവ്മെന്റും എന്ത് ചെയ്യുന്നത്, വരുന്നത്.
ഓക്കെ. സോ ഈ ഒരു പാർട്ടീഷൻ ഓഫ് ബംഗാൾ നിലവിൽ വന്നതിന് ശേഷം സ്വദേശി മൂവ്മെന്റ് വരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും ഒരു ആന്റി പാർട്ടീഷൻ ക്യാമ്പയിനും അല്ലെങ്കിൽ ആന്റി പാർട്ടീഷൻ റെസൊല്യൂഷൻസ് ഒക്കെ പാസ് ചെയ്യാനും വേറെ കുറെ അധികം തീരുമാനങ്ങളൊക്കെ എടുക്കാനും വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഡിഫറെന്റ് സെഷൻസ് ഉണ്ടായിരുന്നു. അതിലൊരു സെഷൻ ആയിരുന്നു ബനാറസ് സെഷൻ. ഈ ബനാറസ് സെഷൻ ഓഫ് ദ കോൺഗ്രസ് 1905 നടന്നത്. ദ വെരി ഇയർ ഇൻ വിച്ച് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഹാപ്പൻഡ്. ഈ ഒരു സെഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. സോ ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. എന്താണ് ഈ ഒരു സെഷന്റെ ഔട്ട്കം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ അപ്രൂവ്ഡ് ദ ആന്റി പാർട്ടീഷൻ പ്ലാൻ ആൻഡ് ഓൾസോ എന്താണ് സ്വദേശി മൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാന്റും കൂടി അവര് ഈ ഒരു സെഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദേ അപ്രൂവ്ഡ് ദ ആന്റി പാർട്ടീഷൻ പ്ലാൻ ആൻഡ് ഓൾസോ ദേ അപ്രൂവ്ഡ് ദ സ്വദേശി മൂവ്മെന്റ് എന്നുള്ളതാണ് ഈ ബനാറസ് സെഷൻ ഓഫ് ദ കോൺഗ്രസിന്റെ ഇമ്പോർട്ടൻസ്. അതിനുശേഷം ദ വെരി നെക്സ്റ്റ് ഇയർ 1906 കൊൽക്കത്ത സെഷൻ ഓഫ് ദ കോൺഗ്രസ്, കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് INCയുടെ ആ വർഷത്തെ സെഷൻ നടക്കുന്നത്. ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. ഓക്കെ. സോ ദാദാഭായ് നവറോജി ഏതൊക്കെ വർഷങ്ങളിലാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 വർഷങ്ങളില് ദാദാഭായ് നവറോജി INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം 1906 ബാക്കി ഏത് 2 വർഷങ്ങളിലും കൂടിയാണ് ദാദാഭായ് നവറോജി INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ. ഈ ദാദാഭായ് നവറോജിയെ കുറിച്ച് പറയുമ്പം അദ്ദേഹം മുന്നോട്ട് വച്ച ഒരു തിയറി ഉണ്ട്. ആ തിയറിയുടെ പേരാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. അതായത് ബ്രിട്ടീഷുകാര് ഇന്ത്യൻ വെൽത്ത് ഒക്കെ ഡ്രെയിൻ ചെയ്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവാണ്. ഇന്ത്യയുടെ ഒരു എക്കണോമിക് ബാക്ക് ബോർഡ്നെസിന്റെ കാരണം എന്ന് പറയുന്നത് ഈ വെൽത്ത് ഒക്കെ ഡ്രെയിൻ ചെയ്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവാണ് എന്നുള്ളതാണ് ഈ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിയിൽ ദാദാഭായ് നവറോജി പറയുന്നത്. ഇത് അദ്ദേഹം പറയുന്ന ബുക്കിന്റെ പേരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ. സോ ദാദാഭായ് നവറോജി ഏതൊക്കെ കോൺഗ്രസ് സെഷൻസിലെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയാം. ഓക്കെ. സോ ഈ കൊൽക്കത്ത സെഷൻ ഓഫ് ദ കോൺഗ്രസിൽ 1906 4 ഇമ്പോർട്ടന്റ് റെസൊല്യൂഷൻസ് പാസ് ആക്കിയിട്ടുണ്ടായിരുന്നു. വിച്ച് ഈസ് ഇമ്പോർട്ടന്റ്. ഏതൊക്കെ റെസൊല്യൂഷൻസ് ആണ്? സ്വരാജ് റെസൊല്യൂഷൻ, സ്വദേശി, ബോയ്ക്കോട്ട് ആൻഡ് നാഷണൽ എഡ്യൂക്കേഷൻ. ഈ 4 കാര്യങ്ങളെ കുറിച്ചുള്ള റെസൊല്യൂഷൻസ് 1906 കൊൽക്കത്ത റെസൊല്യൂഷനിൽ അണ്ടർ ദാദാഭായ് നവറോജിയുടെ ലീഡർഷിപ്പില് പ്രസിഡന്റ്ഷിപ്പില് വന്ന സെഷനിൽ ഈ 4 റെസൊല്യൂഷൻസ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. 1907 സൂററ്റിൽ വെച്ചിട്ട് കോൺഗ്രസിന്റെ ഒരു സെഷൻ നടക്കുവാണ്. സൂററ്റില്, ഗുജറാത്തിലെ സൂററ്റിൽ വെച്ചിട്ട്. ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു. ഈ ഒരു സെഷന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഷനിലാണ് കോൺഗ്രസ് 2 ശാഖകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിറ്റ്സ് എന്നും പറഞ്ഞിട്ട്. എന്താണ് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 ഡിഫറെന്റ് ഐഡിയോളജീസ് ഫോളോ ചെയ്യുന്ന ആളുകൾ 2 സ്പ്ലിറ്റ് ആയിട്ട് മാറിയതാണ്. സോ കോൺഗ്രസിന്റെ സ്പ്ലിറ്റ് നടക്കുവാണ്. സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ഓക്കെ. സോ എന്താണ് ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്? മോഡറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓൾഡ് ഏജ് അത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു ഈ മോഡറേറ്റ്സിൽ ഉണ്ടായിരുന്നത്. എക്സ്ട്രീമിറ്റ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി യങ് ആയിട്ടുള്ള, കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇതിലുണ്ടായിരുന്നത്. സോ മോഡറേറ്റ്സ് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രിട്ടീഷേഴ്സിന് എഗെയിൻസ്റ്റ് ഡയറക്റ്റ് ആക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവര് പറഞ്ഞിരുന്ന പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഐഡിയ പ്രകാരം നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് പ്രേയേഴ്സ്, പെറ്റീഷൻസ്, റെസൊല്യൂഷൻസ്, മീറ്റിംഗ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേക്കോടെ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ എക്സ്ട്രീമിസ്റ്റിന്റെ ഐഡിയോളജി എന്തായിരുന്നു? അവർക്ക് വേണ്ടത് ബോയ്ക്കോട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻ ആയിരുന്നു. അത് മാത്രമല്ല ഈ സ്വദേശി മൂവ്മെന്റിനെ ഔട്ട്സൈഡ് ദ ബംഗാളിലേക്ക് വ്യാപിപ്പിക്കാനും കൂടി എക്സ്ട്രീമിസ്റ്റിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊന്നും മോഡറേറ്റ്സിന് ഉണ്ടായിരുന്നില്ല. അവർക്കൊരു ഗ്രാജുവൽ റിഫോം അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു ഈ പറയുന്ന മോഡറേറ്റ്സിന് താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ്. പിന്നെ അവര് കൂടുതലും ലിബറലിസത്തിൽ ബിലീവ് ചെയ്ത ആൾക്കാരായിരുന്നു കേട്ടോ മോഡറേറ്റ്സ്. എക്സ്ട്രീമിറ്റ്സ് അങ്ങനെ ആയിരുന്നില്ല. സോ ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അങ്ങനെ സൂററ്റിൽ വെച്ച് 1907 ഡിവിഷൻ ഇൻ ടു എക്സ്ട്രീമിറ്റ് ആൻഡ് മോഡറേറ്റ്സ് നടക്കുവാണ്. ഇനി ഈ സ്വദേശി മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് എഫേർട്സുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഒരുപാട് ഇന്ത്യൻ സ്കൂൾസ്, യൂണിവേഴ്സിറ്റീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ന്യൂസ് പേപ്പേഴ്സും അതിന്റെ എഡിറ്റേഴ്സിന്റെ പേരുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ന്യൂസ് പേപ്പറാണ് ഹിതബാദി. അതിന്റെ എഡിറ്റർ
ദ്വിജേന്ദ്രനാഥ് ടാഗോർ, സഞ്ജീബനി, കൃഷ്ണകുമാർ മിത്ര, ബംഗോളി, സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ഗിരീഷ് ചന്ദ്ര ഘോഷ്. പിന്നെ രണ്ട് ന്യൂസ് പേപ്പേഴ്സ്, മറാത്ത എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഇംഗ്ലീഷിലും കേസരി എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ മറാത്തിയിലും അതിന്റെ പ്രൊപ്പഗേറ്റർ എന്ന് പറയുന്നത് ബാലഗംഗാധർ തിലകായിരുന്നു. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഈ പറയുന്ന സ്വദേശി മൂവ്മെന്റിന്റെ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് റെസിസ്റ്റൻസുകളും യൂത്തിനെ ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുള്ള മൂവ്മെന്റ്സും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ സ്വദേശി മൂവ്മെന്റിന് മുന്നേയും കുറെ അധികം റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നുണ്ട്, സ്വദേശി മൂവ്മെന്റിന് ശേഷവും ഉണ്ടാവുന്നുണ്ട് കുറെ റെവല്യൂഷണറി ആക്ടിവിറ്റീസ്. ആൻഡ് ഇതിന്റെയൊക്കെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് മൂവ്മെന്റ്സ് വെർ നോട്ട് ജസ്റ്റ് റെസ്ട്രിക്റ്റഡ് ഇൻ ഇന്ത്യ, അത് ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ടായിരുന്നു ഇൻ ദ ഫോം ഓഫ് ഗദ്ദാർ മൂവ്മെന്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ എഫേർട്സ് വഴി ഇന്ത്യക്ക് പുറത്തും എന്തുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള റെവല്യൂഷണറി മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ശിവജി ആൻഡ് ഗണപതി ഫെസ്റ്റിവൽ ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഓർഗനൈസ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ബാലഗംഗാധർ തിലകാണ്. ദ പർപ്പസ് വാസ് ടു അട്രാക്ട് ആൻഡ് മൊബിലൈസ് ദ യൂത്ത്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് യൂത്തിനെ അട്രാക്ട് ചെയ്യുക, മൊബിലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു. സോ ഇത് ഒരു നമ്മുടെ സ്വദേശി മൂവ്മെന്റിന്റെ പാർട്ടായിട്ട് നടന്നതാണ്. അതിന് മുന്നേ വേറൊരു റെവല്യൂഷണറി മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1879 രാമോസി പെസൻ ഫോഴ്സ് ഇൻ മഹാരാഷ്ട്ര. ഇറ്റ് വാസ് എ റെവല്യൂഷണറി എഫേർട്ട്. ഇത് വസുദേവ് ബൽവന്ത് ഫാഡ്കെയാണ് ഈ പറയുന്ന മൂവ്മെന്റ് മുന്നോട്ട് വച്ചത് 1879. അതുപോലെ തന്നെ ചപ്പേക്കർ ബ്രദേഴ്സ് മഹാരാഷ്ട്രയില് 1897 അന്നത്തെ പ്ലേ കമ്മീഷണർ ആയിരുന്ന WC റാൻഡിനെ കില്ല് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തില് ഒരുപാട് റെസിസ്റ്റൻസ് ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിന് മുന്നേ നമുക്ക് മഹാരാഷ്ട്രയിലും ബംഗാളിലും അങ്ങനെ പല പല റീജിയൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വേറെ കുറച്ച് റെവല്യൂഷണറി ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഗദ്ദാർ പാർട്ടി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഗദ്ദാർ പാർട്ടി ഫൗണ്ട് ചെയ്യുന്നത് 1913 ഇവരുടെ ഏരിയ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോ USA ആണ്. സാൻ ഫ്രാൻസിസ്കോ USA. അപ്പോൾ ഈ ഒരു കോമഗാദ മാരു ഇൻസിഡന്റ് എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു 1914 സംഭവിച്ചത്. ഈ കോമഗാദ മാരു ഇവന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗദ്ദാർ പാർട്ടിയാണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. കോമഗാദ മാരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഗാദ മാരു എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ കയറ്റി സിംഗപ്പൂരിൽ നിന്ന് ജപ്പാനിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെ വാൻകോവർ കാനഡയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. സോ അവിടെ അവര് എന്ത് ചെയ്തില്ല, അതിന് അലോ ചെയ്തില്ല, അവിടെ ആളുകളെ ഇറക്കാനായിട്ട് സമ്മതിച്ചില്ല. സോ അതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതാണ് കോമഗാദ മാരു ഇവന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ കീ മെമ്പേഴ്സ്, ഈ ഒരു ഗദ്ദാർ പാർട്ടിയുടെ കീ മെമ്പേഴ്സ് ആണ് ലാലാ ഹർദയാൽ, സോഹൻ സിംഗ് ബക്ന, ബർക്കത്തുള്ള, പരമാനന്ദ് ആൻഡ് കർത്താർ സിംഗ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ബംഗാളില് ഉണ്ടായത്, ഇത് നമ്മള് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ടായതാണ്. ബംഗാളില് ഉണ്ടായ ഒരു റെവല്യൂഷണറി, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റെവല്യൂഷണറി മൂവ്മെന്റ് ആയിരുന്നു അനുശീലൻ സമിതി. ഈ അനുശീലൻ സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുശീലൻ സമിതിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സതീഷ് ചന്ദ്ര ബസു, ജതീന്ദ്രനാഥ് ബാനർജി ആൻഡ് ബരീന്ദ്ര കുമാർ ഘോഷ്. സതീഷ് ചന്ദ്ര ബാസു, ജതീന്ദ്രനാഥ് ബാനർജി, ബരീന്ദ്ര കുമാർ ഘോഷ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട, ഈ അനുശീലൻ സമിതിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു കോൺസ്പിറസി ഉണ്ട്. ആ കോൺസ്പിറസിയുടെ പേരാണ് അലിപൂർ ബോംബ് കോൺസ്പിറസി. ഇതിൽ ഇൻവോൾവ് ചെയ്തിരുന്ന ആളുകളാണ് ഖുദിറാം ബോസ്, പ്രഫുല്ല ചാക്കി, കനൈലാൽ ദത്ത, അരവിന്ദ ഘോഷ്. അതുപോലെ മഹാരാഷ്ട്ര റീജിയനില് മിത്രമേള അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ആദ്യം മിത്രമേളയാണ് ഉണ്ടാവുന്നത്, അതിനുശേഷം മിത്രമേള അഭിനവ് ഭാരത് എന്ന് പറയുന്ന സൊസൈറ്റിയുമായിട്ട് മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് VD സവർക്കർ ആണ്. ഈ മിത്രമേളയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്.
ഇനി 1905 നമ്മുടെ ഈ മൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ഗദ്ദാർ പാർട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു. അത് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1913-14 ആ കാലഘട്ടത്തിലാണ്. അതിനുശേഷം നമുക്ക് ഒരു മികച്ച രീതിയിൽ ഒരു നാഷണലിസ്റ്റ് റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് ഹോം റൂൾ ലീഗ്. അത് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു നാഷണലിസ്റ്റ് റെസ്പോൺസ് ആയിരുന്നു. ഈ ഹോം റൂൾ ലീഗിന് 2 ബ്രാഞ്ചാണ് ഉണ്ടായത്. വൺ ബ്രാഞ്ച് വാസ് കോൺസെൻട്രേറ്റഡ് ഇൻ പൂന ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചും മദ്രാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചും. ഈ പൂനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 1916 ബാലഗംഗാധർ തിലകാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതിന്റെ രണ്ടാമത്തെ ബ്രാഞ്ച് മദ്രാസ് ബേസ് ചെയ്തിട്ടുള്ളത് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്തു. അത് ആനി ബസന്റ് ആയിരുന്നു അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. വേറെ ഒരു നാഷണലിസ്റ്റ് ആക്ടിവിറ്റി ആണ് ഇന്ത്യൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തത്. മാഡം ബിക്കാജി കാമ ഹോയിസ്റ്റഡ് ഇന്ത്യൻ ഫ്ലാഗ് അറ്റ് സ്റ്റട്ടർഗാർഡ്, ജർമ്മനി. ജർമ്മനിയിലാണ് ഇത് ഹോയിസ്റ്റ് ചെയ്തത്. മാഡം ബിക്കാജി കാമയാണ് ഇന്ത്യൻ ഫ്ലാഗ് ഹോയിസ്റ്റിംഗിന്റെ അത് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ. ജർമ്മനിയിൽ. അതുപോലെ ലണ്ടനില് ഒരു ഇന്ത്യൻ ഹോം റൂൾ ഹൗസ് സ്ഥാപിതമാവുന്നുണ്ട്. അതാണ് ഫൗണ്ട് ചെയ്ത് ശ്യാമജി കൃഷ്ണവർമ്മ. ഇന്ത്യൻ ഹോം റൂൾ ഹൗസ്. ഈ സ്വദേശി മൂവ്മെന്റ് മറ്റുള്ള ഏരിയകളിലേക്ക് വ്യാപിച്ചപ്പോ ഡൽഹി ഏരിയയിൽ അതിന്റെ ലീഡർഷിപ്പ് നൽകിയ വ്യക്തിയാണ് സയ്യിദ് ഹൈദർ റാസ. മദ്രാസിലാണെങ്കിൽ ചിദംബരം പിള്ളൈ, പഞ്ചാബില് ലാലാ ലജ്പത് റായ്. ഈ സ്വദേശി മൂവ്മെന്റിലെ മദ്രാസ് റീജിയനിലെ ചിദംബരം പിള്ളൈ അവിടെ ഒരു സ്വദേശി സ്റ്റീം നാവിഗേഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഹവർ ഈ ഒരു പാർട്ടീഷൻ 1911 നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അനൽമെന്റ് ഓഫ് പാർട്ടീഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അനൽമെന്റ് ഓഫ് പാർട്ടീഷൻ നടന്നത് 1911 ഡിസംബർ 1911 ഇത് അനൗൺസ് ചെയ്തത്. ഒഫീഷ്യൽ ആയിട്ട് ഇത് ഡിക്ലെയർ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് കിങ് ജോർജ് 5 ആണ്. ഡ്യൂറിങ് ഡൽഹി ദർബാറിൽ വെച്ചിട്ട് കിങ് ജോർജ് 5 ഇത് അനൗൺസ് ചെയ്തു. 1911 ഡിസംബറിൽ ഡേറ്റ് അനൗൺസ് ചെയ്തെങ്കിലും 1912 ഡൽഹിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. എന്തിനാണ് ഡൽഹിയിലോട്ട് കൊൽക്കത്തയിൽ നിന്ന് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊൽക്കത്തയുടെ ഇമ്പോർട്ടൻസ് ഡിക്രീസ് ചെയ്യാനും അവിടുത്തെ നാഷണൽ ആക്ടിവിറ്റീസിനൊക്കെ ഒന്ന് വീക്കൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഡൽഹിയിലോട്ട് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇവിടെ ഡൽഹി ദർബാർ എന്നുള്ളൊരു ടേം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹി ദർബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ബ്രിട്ടനിലെ ഏതെങ്കിലും ഒരു കിങ് അധികാരത്തിൽ എത്തുമ്പോൾ അതിനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ചടങ്ങാണ് ഡൽഹി ദർബാർ എന്ന് പറയുന്നത്. 3 തവണ ഡൽഹി ദർബാർസ് നടന്നിട്ടുണ്ടായിരുന്നു. 1873, 903, 911. ഇവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ടൈം ലൈൻ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ശിവാജി ആൻഡ് ഗണപതി ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തത് എപ്പോഴാണ്? 1890. മിത്രമേള ഫൗണ്ട് ചെയ്തത് 1902. മിത്രമേള അഭിനവ് ഭാരത് സൊസൈറ്റിയുമായിട്ട് മെർജ് ചെയ്തത് 1904. മാഡം ബിക്കാജി കാമ ഫ്ലാഗ് ഉയർത്തിയത് 1907. അലിപൂർ ബോംബ് കോൺസ്പിറസി നടന്നത് 1908. മദൻലാൽ ഡിംഗ്ര കിൽഡ് കഴ്സൺ വില്ലി. കഴ്സൺ വില്ലി എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ആർമി ഓഫീസർ ആയിരുന്നു. സോ മദൻലാൽ ഡിംഗ്ര എന്ന് പറയുന്ന ഇന്ത്യൻ ലണ്ടനിൽ വെച്ചിട്ട് ഈ പറയുന്ന കഴ്സൺ വില്ലിയെ കൊല്ലുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 1909. ദെൻ AMT ജാക്സൺ കിൽഡ് ബൈ ആനന്ദ് ലക്ഷ്മൺ കൻഹരെ. അത് നടന്നത് 1913. ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയതാണെങ്കിൽ 1914. കോമഗാഥ മാരു ഇവന്റ് നടന്നത് 1915. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഇതിന്റെ വർഷങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദിസ് ഈസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഇത്രയാണ് നമ്മുടെ പാർട്ടീഷൻ ഓഫ് ബംഗാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ്. ഈ ഒരു മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ആൻജോളിലാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.